ശ്രീ രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചു, ഹൗ ടു ഗെയിൻ ഡിവൈൻ ഗ്രേസ്, ദൈവകൃപ എങ്ങനെ നേടാൻ സാധിക്കും? മഹർഷി പറഞ്ഞു, ബൈ സറണ്ടർ, ശരണാഗതിയിലൂടെ എന്നാണ് മഹർഷി പറഞ്ഞത്. മഹർഷിയുടെ ഉപദേശമനുസരിച്ച് കൃപ, ഡിവൈൻ ഗ്രേസ് എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. പുറമേ നിന്ന് കിട്ടുന്നൊരു സാധനമൊന്നും അല്ല അത്. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. അത് ലഭിക്കണമെങ്കിൽ സറണ്ടർ എന്താണെന്ന് മനസ്സിലാക്കണം. അത്രയും മഹത്തായ ഒരു പാഠമാണ് സറണ്ടർ. സറണ്ടർ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ദൈവകൃപ, ഡിവൈൻ ഗ്രേസ് നമ്മുടെ ലൈഫിൽ അനുഭവവേദ്യമായി വരികയും അതിലൂടെ നമ്മുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കുകയും ചെയ്യും എന്നതാണ് ഇതിൻ്റെ മീനിങ്. ഇന്നത്തെ സെഷൻ അതുമായി ബന്ധപ്പെടുത്തിയത്. ദ വേ ബിയോണ്ട് ദ ഈഗോ, അഹങ്കാരത്തിനപ്പുറത്തേക്കുള്ള വഴി. ദ പാത്ത് ഓഫ് സറണ്ടർ, കീഴടങ്ങലിൻ്റെ പാത. ഈ ലൗകിക ജീവിതത്തിലൊക്കെ പെട്ടുകിടക്കുന്ന പല ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും സറണ്ടർ എന്ന വാക്ക് ഒരു ബലഹീനതയായിട്ടാണ് കാണുക, ഒരു വീക്ക്നെസ് ആയിട്ടാണ് കണക്കാക്കുക. തെറ്റിദ്ധരിക്കപ്പെടുക ചെയ്യുന്നത് ഈ ഒരു വാക്ക്. സറണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ് അല്ലേ. ഇറ്റ് ഈസ് മിസ്കൺസ്ട്രൂഡ് ആസ് എ പേഴ്സൺസ് വീക്ക്നെസ്. ശരിക്കും അതങ്ങനെയല്ല. അതങ്ങനെ കരുതാനുള്ളൊരു കാരണം, ഈ സറണ്ടർ എന്നൊക്കെ സാധാരണഗതിയിൽ പോരാട്ടത്തിലൊക്കെ ഉപയോഗിക്കും. പോരാട്ടത്തിൽ നമ്മൾ സറണ്ടർ ചെയ്തു എന്നൊക്കെ പറയും. അപ്പോൾ അതൊരു തോൽവിയായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ആത്മീയ പാതയിലേക്ക് വരുന്ന സമയത്ത് ഇത് ടോട്ടലി ഡിഫറെൻ്റാണ്. ശക്തിയുടെ പ്രതീകമാണ് സറണ്ടർ. ജ്ഞാനത്തിൻ്റെ അടയാളമാണ് സറണ്ടർ. ഇറ്റ്സ് ദി ഹയസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് വിസ്ഡം. സറണ്ടർ എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പാത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. സാധാരണ ഭാഷയിൽ സറണ്ടർ എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ദ പാത്ത് ഓഫ് സറണ്ടർ, കീഴടങ്ങലിൻ്റെ പാത. പക്ഷേ ഇവിടെ സറണ്ടർ എന്ന് പറഞ്ഞാൽ ശരണാഗതി എന്നാണ് അർത്ഥം. പ്രപത്തി എന്നും പറയും സംസ്കൃതത്തിൽ. ശരണാഗതിയും സംസ്കൃതത്തിലുള്ളൊരു വാക്ക് തന്നെയാണ്. ശരണാഗതി എന്ന വാക്ക് രണ്ട് വാക്കുകളുടെ കോമ്പിനേഷനാണ്. ശരണ പ്ലസ് ആഗതി. ശരണ പ്ലസ് ആഗതി, അതാണ് ശരണാഗതിയായി മാറുന്നത്. എന്താണ് ശരണ? ശരണ എന്ന് പറഞ്ഞ വാക്കിൻ്റെ മീനിങ് റെഫ്യൂജ്, പ്രൊട്ടക്ഷൻ, ഷെൽട്ടർ, ഇങ്ങനെയൊക്കെയാണ്. റെഫ്യൂജ് എന്ന് പറഞ്ഞാൽ അഭയം എന്നാണ് അർത്ഥം. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ സംരക്ഷണം. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ ആശ്രയം. ഇങ്ങനെയൊക്കെയാണ് ശരണ എന്നുള്ള വാക്കിൻ്റെ മീനിങ്. അതായത് ഒരു അഭയകേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പരമമായ സംരക്ഷണം ലഭിക്കുന്ന ഒരു അഭയകേന്ദ്രമാണ് ശരണ. ആഗതി എന്ന് പറഞ്ഞാൽ ഗോയിങ് ടു, അല്ലെങ്കിൽ റീച്ച്, അല്ലെങ്കിൽ എറൈവ് എന്നൊക്കെയാണ് അർത്ഥം. ഗോയിങ് ടു, ഒരു സ്ഥലത്തേക്ക് പോവുക, ചെന്നെത്തുക, അല്ലെങ്കിൽ വരിക. ഈ മീനിങ്ങാണ് ആഗതി എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാക്കുകൾ രണ്ടും ചേരുന്ന സമയത്ത് ശരണാഗതി എന്നുള്ള വാക്കാവുമല്ലോ. അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്തായിരിക്കും? അഭയസ്ഥാനത്തേക്ക് എത്തിച്ചേരുക എന്നാണ്. നമുക്ക് ഏറ്റവും സംരക്ഷണം ലഭിക്കുന്ന ഒരിടം, നമുക്ക് ഓരോരുത്തർക്കും അവിടേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ശരണാഗതി എന്ന വാക്കിൻ്റെ മീനിങ്. സോ ദ മീനിങ് ഇസ് ടു അറൈവ് അറ്റ് ദ ഷെൽട്ടർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സങ്കേതത്തിൽ, അഭയകേന്ദ്രത്തിൽ എത്തിച്ചേരുക. ഇതാണ് ശരണാഗതിയുടെ മീനിങ്. ഇറ്റ്സ് ദി ആക്ട് ഓഫ് ഗോയിങ് ടു എ പ്ലേസ് വെയർ വി ഫീൽ ടോട്ടലി പ്രൊട്ടക്റ്റഡ്. എത്ര ഗൗരവമേറിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിക്കും ശരണാഗതി എന്താണ് എന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ അവർക്ക് വിഷമമില്ലാതെ മുന്നേറാൻ സാധിക്കും. അപ്പോൾ അതൊരു നിസ്സഹായമായ ഒരു കീഴടങ്ങലാണോ? അല്ല. എല്ലാം ഉപേക്ഷിക്കലാണോ? അല്ല, ഒന്നുമല്ല. പിന്നെന്താണ്? ശരണാഗതി എന്ന് പറഞ്ഞാൽ ബോധപൂർവം സുരക്ഷിതമായ ഒരിടത്തേക്ക് നമ്മൾ നടത്തുന്ന ഒരു യാത്രയാണ്. ഇറ്റ് ഈസ് ദി ആക്ട് ഓഫ് ഗോയിങ് ടു എ പ്ലേസ് ഓഫ് ഷെൽട്ടർ. പ്രയാസങ്ങളിൽ നിന്ന് സുരക്ഷിതത്വത്തിലേക്കുള്ളൊരു യാത്രയാണ് ശരണാഗതി. ഉദാഹരണത്തിന്, ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട ഒരാൾ രാത്രി വഴിതെറ്റിപ്പോയി എന്ന് വിചാരിക്കുക. കൊടുങ്കാറ്റും മഴയൊക്കെയാണ്. ആ വ്യക്തി സുരക്ഷിതമായ ഒരു വീട് കണ്ടെത്തി അവിടെ ഓടിച്ചെന്ന് കയറി
ആ മഴ, കാറ്റും ഇടിയും എല്ലാം തീരുന്നത് വരെ അവിടെ നിൽക്കുകയാണ്. ആ ഓട്ടവും പ്രവേശനവുമാണ് ആ ഗതി. ഓക്കെ, ആ സുരക്ഷിതമായ വീടാണ് ശരണം. ഇതാണ് ശരണാഗതി. ശരണാഗതി ഈസ് ദ കംപ്ലീറ്റ് സബ്മിഷൻ ഓഫ് യുവർ എൻറ്റയർ ബീയിങ്, മൈൻഡ്, വിൽ ആൻഡ് സെൻസ് ഓഫ് സെൽഫ് ടു എ സുപ്രീം പവർ. ശരണാഗതി വെച്ചാൽ എന്താണ്? നിങ്ങളുടെ മനസ്സ്, മൈൻഡ്, വിൽ, നിങ്ങളുടെ ഇച്ഛാശക്തി, ആൻഡ് സെൻസ് ഓഫ് സെൽഫ്, ആത്മബോധം. ഈ മൂന്നും ഒരു പരമമായ ശക്തിക്ക് മുന്നിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന പ്രക്രിയയാണ്. ഇതാണ് ശരണാഗതി അല്ലെങ്കിൽ സറണ്ടർ. ഈ സുപ്രീം പവർ എന്ന് പറയുന്നത് ദൈവം ആയിക്കൊള്ളുന്നില്ല, ആരും അങ്ങനെ വിചാരിക്കരുത്. ഇറ്റ് മേ നോട്ട് ബി ഗോഡ്. കാരണം ദൈവവിശ്വാസം ഇല്ലാത്തവർക്കും സറണ്ടർ ചെയ്യാൻ സാധിക്കും. ഇറ്റ് നീഡ് നോട്ട് ബി ഗോഡ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് സബ്മിഷൻ ഓഫ് യുവർ എൻറ്റയർ ബീയിങ്, മൈൻഡ് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ചിന്തകൾ, നമ്മുടെ എല്ലാ വിഷമങ്ങൾ, നമ്മുടെ ഉത്കണ്ഠകൾ, ഭാവിയെക്കുറിച്ചുള്ള പല ആശങ്കകളും നമുക്കുണ്ടാവും. പോയ കാലത്തുള്ള പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കയറി വന്ന് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. ഇതെല്ലാം നമുക്ക് സമർപ്പിക്കാം. ആർക്ക്? ടു എ സുപ്രീം പവർ. ഇറ്റ് മേ ബി ഗോഡ്, ഇറ്റ് മേ നോട്ട് ബി ഗോഡ്, ആരുമാകാം. അപ്പോൾ നമ്മുടെ പരിമിതമായ അറിവുണ്ടല്ലോ, പരിമിതമായ അറിവെന്ന് പറയുമ്പോൾ യുക്തിയാണത്, അല്ലേ? ആ യുക്തിയെ നമ്മൾ ആശ്രയിക്കുന്നില്ല. പക്ഷേ ഒരു വലിയ ദൈവം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ ദൈവിക ജ്ഞാനത്തിൽ നമ്മൾ വിശ്വസിച്ച് അതിലേക്ക് സബ്മിറ്റ് ചെയ്യുകയാണ്, പൂർണ്ണമായി നമ്മൾ അർപ്പിക്കുകയാണ്. എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് യേശുവിൻ്റെ പ്രാർത്ഥന ഉണ്ടല്ലോ. ഇത് ശരിക്കും സബ്മിഷനാണ്, സറണ്ടറാണ്, ശരണാഗതിയാണ്. എല്ലാം നിയന്ത്രിക്കുന്നത് ഞാനാണ് എന്ന ഒരു മിഥ്യാബോധം നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് കംപ്ലീറ്റ്ലി ഉപേക്ഷിക്കുക. എന്നിട്ട് നമ്മുടെ ലൈഫിലെ എല്ലാ സ്ട്രെസ്സും സ്ട്രഗിൾസും എല്ലാ ഭാരങ്ങളും നമ്മളൊറ്റയ്ക്ക് ചുമക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മളത് ആ സുപ്രീം പവർ ദൈവത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നമ്മൾ പൂർണ്ണമായി കൊടുക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യം നടക്കുമോ? നോ, ഇറ്റ് മേ നോട്ട് ഹാപ്പൻ. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത് നടക്കും എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അതും ശരിയാവില്ല. ചിലപ്പോൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും. പക്ഷേ അതാണ് ശരിയായ വഴി. രമണ മഹർഷി പറയുന്നു, ഇഫ് യു ഹാവ് സറണ്ടേർഡ് യു മസ്റ്റ് ബി ഏബിൾ ടു അബൈഡ് ബൈ ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് നോട്ട് മേക്ക് എ ഗ്രീവൻസ് ഓഫ് വാട്ട് മേ നോട്ട് പ്ലീസ് യു. നിങ്ങൾ കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ, ശരണാഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവഹിതം അനുസരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. യു മസ്റ്റ് ബി ഏബിൾ ടു അബൈഡ് ബൈ ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് നോട്ട് മേക്ക് എ ഗ്രീവൻസ് ഓഫ് വാട്ട് മേ നോട്ട് പ്ലീസ് യു. നിങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പരാതിപ്പെടാനും പാടില്ല. വിച്ച് മീൻസ് നമ്മൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ തൃപ്തികരമല്ലാത്ത സംഭവങ്ങൾ ജീവിതത്തിൽ നടന്നേക്കാം. പക്ഷേ സറണ്ടർ ചെയ്ത് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ആ പ്രശ്നമുണ്ടോ? ഇല്ല. ദൈവഹിതമാണല്ലോ ഇത്. ഞാൻ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നതും ദൈവഹിതമായിട്ടാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതാണ് സറണ്ടറുടെ പ്രത്യേകത. തിങ്സ് മേ ടേൺ ഔട്ട് ഡിഫറെൻ്റ്ലി ഫ്രം ദ വേ ദേ ലുക്ക് അപ്പാരൻ്റ്ലി. അതാ മഹർഷി പറയുന്നത്. പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായി മാറിയേക്കാം. പ്രത്യക്ഷമായി കാണുന്ന കാര്യങ്ങൾ എനിക്ക് അത്ര തൃപ്തികരമല്ല, മഹർഷി പറയുക. പക്ഷെ അത് മാറും, ഇതിങ്ങനെ പോകൂ. അപ്പോൾ ഇതിൽ വല്ലാത്തൊരു വിശ്വാസം വേണം, പൂർണ്ണമായ അടിയുറച്ച വിശ്വാസം വേണം നിങ്ങളുടെ ദൈവത്തിൽ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചശക്തിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരുവിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ. ആർക്കും നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാലോ. നിങ്ങളുടെ മനസ്സിൽ ആർക്കാണ് ഏറ്റവും ശക്തിയുള്ളത് അവർക്കാണ് നിങ്ങൾ സറണ്ടർ ചെയ്യേണ്ടത്. അപ്പോഴേ നടക്കുള്ളൂ. അപ്പോൾ മഹർഷി പറയുന്നതനുസരിച്ച് പൂർണ്ണമായ സമർപ്പണം എന്ന് പറഞ്ഞാൽ എല്ലാ ചിന്തകളും ഉപേക്ഷിച്ച് ഈശ്വരനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കലാണ്. കാരണം ചിന്തകളെല്ലാം ഇല്ലാതെയാവുന്ന സമയത്ത് പിന്നെ ബാക്കി നിൽക്കുന്നത് എന്താ? യഥാർത്ഥ ആത്മാവായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇതാണ് ശരണാഗതിയുടെ ഏറ്റവും മെയിനായിട്ടുള്ള സംഗതി. ഇതാണ് കാതൽ. നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ ഉപേക്ഷിക്കുന്നു. ശരണാഗതി ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താണോ നടക്കുന്നത് അത് ഈശ്വര ഇച്ഛ അനുസരിച്ചാണ്, ദൈവഹിതമാണ് എന്ന് പറഞ്ഞ് നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ശരണാഗതി അല്ലെങ്കിൽ സറണ്ടർ രണ്ട് തരമുണ്ട്. ഡുവലിസ്റ്റിക് ആൻഡ് നോൺ ഡുവലിസ്റ്റിക്. കൂടുതൽ പേർക്കും അറിയുന്നതും നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതും ഡുവലിസ്റ്റിക് ആയിരിക്കാം. ഡുവലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ദ്വൈതഭാവത്തിലുള്ള ശരണാഗതി, ഡുവലിസ്റ്റിക് സറണ്ടർ. നോൺ ഡുവലിസ്റ്റിക് സറണ്ടർ എന്ന് പറഞ്ഞാലോ അദ്വൈതഭാവത്തിലുള്ള ശരണാഗതി. ദ്വൈതപരമായ സമർപ്പണവും അദ്വൈതപരമായ സമർപ്പണവും, ഈ രണ്ട് തരം സമർപ്പണം ഉണ്ട്. ആദ്യം നമുക്ക് ഡുവലിസ്റ്റിക് സറണ്ടർ എന്താണെന്ന് നോക്കാം. ഡുവലിസ്റ്റിക് സറണ്ടർ എന്ന് പറഞ്ഞാൽ സീയിങ് ഗോഡ് ഓർ ദ സുപ്രീം സ്പിരിറ്റ് ആൻഡ് ദ സെൽഫ് ആസ് ടു ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റിറ്റീസ്. ദ്വൈതഭാവമാണ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളത് കൂടുതലും. ആ ശരണാഗതി എന്താണ്? ദൈവം അല്ലെങ്കിൽ പരമാത്മാവ്, പിന്നെ ഒരു സെൽഫ് എന്ന് പറഞ്ഞാൽ ഞാനും ഉണ്ട് അല്ലേ, ഞാൻ എന്ന വ്യക്തി. ഈ രണ്ടും വ്യത്യസ്തമായ അസ്തിത്വങ്ങളായി കാണുന്ന സമ്പ്രദായമാണ്. ഇതാണ് ദ്വൈതപരമായ സമർപ്പണം. ഞാൻ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സുപ്രീം പവർ, ഗോഡ്, സ്പിരിറ്റ് എന്ന് പറയുന്നത് മറ്റൊരു സംഭവമാണ്. ഞാൻ വേറെ, ദൈവം വേറെ എന്ന കാഴ്ചപ്പാടാണ് ഡുവലിസ്റ്റിക് സറണ്ടർ. അപ്പോൾ ഇവിടെ ഈ സമർപ്പണം ചെയ്യുന്ന വ്യക്തിയാണ് സെൽഫ് അഥവാ ഐ. പിന്നെ ഒരു സുപ്രീം പവറുണ്ട്. ആ സുപ്രീം പവർ ചിലപ്പോൾ അതിനൊരു രൂപമുണ്ടായിരിക്കാം, ചിലപ്പോൾ രൂപമില്ലായിരിക്കാം. ഒരു ശക്തിയാണല്ലോ, എങ്ങനെ വേണമെങ്കിലും കണക്കാക്കാം. ബട്ട് ദർ ഇസ് സംതിങ് ബിയോണ്ട് മീ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഞാനല്ല ശരിക്കും, എന്നേക്കാൾ കൂടുതൽ പവർഫുള്ളായ ഒരു സംഭവം ഇവിടെയുണ്ട്, എനിക്ക് ചുറ്റുമുണ്ട്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ആ ശക്തിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുമുണ്ട്. ബട്ട് ഐ ഡു നോട്ട് നോ വാട്ട് ഇറ്റ് ഇസ്. ചിലർ അതിനൊരു രൂപം കൊടുക്കും, ആ രൂപത്തെ നോക്കിയായിരിക്കും സറണ്ടർ ചെയ്യുക, പ്രാർത്ഥിക്കുക, എല്ലാം ചെയ്യുക. ബട്ട് ഐ നോ ഐ ആം നോട്ട് ദ ക്രിയേറ്റർ. സംതിങ് ഹാസ് ക്രിയേറ്റഡ് മീ. ആ ക്രിയേറ്ററിനെ ഞാൻ ദൈവം എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു പരമമായ ശക്തി എന്ന് വിളിക്കുന്നു. ബട്ട് ഐ ആം സെപ്പറേറ്റ് ഫ്രം ഗോഡ്. ഇതാണ് ഡുവലിസ്റ്റിക് ആയിട്ടുള്ള മീനിങ്. ഓക്കെ, സോ ഐ ആം ഹിയർ ആൻഡ് ഗോഡ് ഇസ് സംവെയർ എൽസ് എന്ന മീനിങ് ആണ്. അപ്പോൾ ഇവിടെ സറണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളിലും നമ്മുടെ മനസ്സിലുള്ള ആ ശക്തിക്ക്, ദൈവത്തിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിനി വയ്യ, ലെറ്റ് മീ ഹാൻഡ് ഇറ്റ് ഓവർ ടു യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഐ നോ മൈ ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് മീ. എനിക്കറിയാം എൻ്റെ ദൈവം എന്നെ ശരിക്കും നോക്കിക്കോളും, എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളും, എൻ്റെ കുടുംബത്തെ നോക്കിക്കോളും. എൻ്റെ അഭയ കേന്ദ്രമാണ് എൻ്റെ ഈശ്വരൻ. അതാണ് ഡുവലിസ്റ്റിക് ആയിട്ടുള്ള രീതി. അപ്പോൾ ഞാനിനി വറി ചെയ്യുന്നില്ല. കാരണം ഞാനെന്തിനാ വറി ചെയ്യേണ്ട ആവശ്യം? ഞാൻ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം എൻ്റെ ദൈവം എടുത്തുകൊള്ളല്ലോ. വൈ ഷുഡ് ഐ? ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, പല അനുഭവങ്ങളും എനിക്കുണ്ടാവുന്നുണ്ട്. സോ ഐ ആം ബീയിങ് പ്രൊട്ടക്റ്റഡ് എന്ന ഒരു ഫീലിംഗാണ് എനിക്കുള്ളത്. അതാണ് ഡുവലിസ്റ്റിക് സറണ്ടറിൻ്റെ മീനിങ്. ഞാനെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. എനിക്ക് പല കഷ്ടപ്പാടുകളും തരുന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ വിടില്ല. ഡുവലിസ്റ്റിക്കാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കുട്ടിയെ അമ്മ റോഡിലൂടെ നടത്തിക്കൊണ്ടുപോവാണ്. ഈ കുട്ടിക്ക് വല്ല വിഷമമുണ്ടോ? ഒരു വിഷമവുമില്ല. ട്രാഫിക് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. പക്ഷെ അമ്മയുടെ കൈ പിടിച്ചിട്ടുണ്ട്. അമ്മ എവിടേക്കാണോ എന്നെ കൊണ്ടുപോകുന്നത്, ഞാൻ അവിടേക്കെല്ലാം പോകും. അമ്മ എന്ന ഒരു പ്രസ്ഥാനത്തെ വല്ലാതെ വിശ്വസിക്കുന്നു. പൂർണ്ണമായും അമ്മയ്ക്ക് അർപ്പിക്കുകയാണ്, പേരൻറ്റിന് അർപ്പിക്കുകയാണ്. ദാറ്റ് ഈസ് സറണ്ടർ. ബിക്കോസ് ദ ചൈൽഡ് നോസ് ദറ്റ് ഹെർ മദർ വിൽ ലീഡ് ഹെർ സേഫ്ലി. അപ്പോൾ ഇവിടെ അമ്മ എന്ന് പറയുന്നത് ഗോഡ് അല്ലെങ്കിൽ സുപ്രീം സ്പിരിറ്റിൻ്റെ സ്ഥാനത്തും സെൽഫ് എന്ന് പറയുന്നത് ആ കുഞ്ഞുമായിട്ടാണ് കാണുന്നത്. നൗ വി കം ടു ദ നോൺ ഡുവലിസ്റ്റിക് സറണ്ടർ. നോൺ ഡുവലിസ്റ്റിക് എന്ന് പറയുമ്പോൾ അദ്വൈതം. ഇവിടെ ദർ ഇസ് നോ സെപ്പറേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദി ഇൻഡിവിജ്വൽ സോൾ. ഇൻഡിവിജ്വൽ സോൾ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ തന്നെയാണ്. യഥാർത്ഥ ഞാനും ആ പരമമായ സത്യം ഈശ്വരനും തമ്മിൽ ഒരു വേർതിരിവില്ല. ദർ ഇസ് നോ സെപ്പറേഷൻ. ഇതാണ് നോൺ ഡുവലിസ്റ്റിക് സറണ്ടറിൽ വരുന്നത്. രമണ മഹർഷി പറയുന്നു, ലേൺ വാട്ട് സറണ്ടർ ഇസ്. ഇറ്റ് ഈസ് ടു മേർജ് ഇൻ ദ സോഴ്സ് ഓഫ് ദി ഈഗോ. ദ ഈഗോ ഈസ് സറണ്ടേർഡ് ടു ദ സെൽഫ്.
ലേൺ വാട്ട് സറണ്ടർ ഇസ്. സമർപ്പണം എന്താണ് എന്ന് പഠിക്കൂ എന്നാണ് മഹർഷി പറയുന്നത്. മീനിങ് എന്താ ഉള്ളത്? ഇറ്റ് ഈസ് ടു മേർജ് ഇൻ ദ സോഴ്സ് ഓഫ് ദ ഈഗോ. അഹങ്കാരത്തിൻ്റെ ഉറവിടത്തിൽ ലയിക്കുക എന്നതാണ് സറണ്ടർ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഈ സെൽഫ് തന്നെ, ഞാൻ, ചെറിയ എസ് ആണ്. ഈ ഞാൻ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ഞാൻ ഈ ശരീരമാണ് എന്ന തോന്നൽ എനിക്കുണ്ട്. ഞാൻ ഈ ശരീരമാണ് എന്ന തോന്നലുള്ള ഒരു ഞാൻ അവിടെയുണ്ട്. ആ ഞാനാണ് ഈഗോ. പക്ഷേ ആ ഈഗോന് ഒരു സോഴ്സ് ഉണ്ട്, ഒരു ഉറവിടമുണ്ട്. ആ ഉറവിടത്തിലേക്ക് ഞാൻ എന്നെ തന്നെ ലയിപ്പിക്കുക എന്നതാണ് സറണ്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹർഷി പറയുന്നു. ദ ഈഗോ ഈസ് സറണ്ടേർഡ് ടു ദ സെൽഫ്. ആ ഞാനെന്ന അഹങ്കാരം സെൽഫിലേക്കാണ് സറണ്ടർ ചെയ്യപ്പെടുന്നത്. സെൽഫ് എന്ന് പറഞ്ഞാൽ അതും ഞാൻ തന്നെയാണല്ലോ. അതെ, പക്ഷേ ആ ഞാനൊരു വ്യത്യസ്ത ഞാനാണ്. വിച്ച് മീൻസ് ഞാൻ ഈ ശരീരമാണ് എന്ന് തോന്നുന്നതിൻ്റെ പുറകിൽ എന്നിൽ തന്നെ മറ്റൊരു ഞാൻ ഉണ്ട്. അതിനാണ് സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ വ്യക്തിയാണ് എന്ന തോന്നലുള്ള ആ എന്നിലുള്ള ആ വലിയ ഞാനിലേക്ക് ഞാൻ ഒരു പ്രോസസ്സിലൂടെ ലയിപ്പിക്കുന്നു. അതാണ് സറണ്ടർ എന്ന് മഹർഷി പറയുന്നു. ഇതാണ് ഞാൻ എന്ന ബോധത്തിൻ്റെ സറണ്ടർ, സമർപ്പണം. സമർപ്പണത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് ഇവിടെ രമണ മഹർഷി പറയുന്നത്. ഞാൻ എന്ന വേറിട്ട ഒരു അസ്തിത്വ ബോധമുണ്ടല്ലോ, അതായത് അഹംഭാവം തന്നെ, അല്ലെങ്കിൽ അഹങ്കാരം. അതിനെ നമ്മൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് എന്നിലുള്ള ആ ഈശ്വര ചൈതന്യത്തിലേക്ക് ഞാൻ ലയിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നോൺ ഡ്വലിസ്റ്റിക് സറണ്ടർ. അദ്വൈത വേദാന്തത്തിൽ ഇതാണ് പരമമായ ലക്ഷ്യം. അഹംഭാവം ഇല്ലാതെയാകുന്ന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കാനോ, എവിടേക്കാണ് സറണ്ടർ ചെയ്യുന്നത് എന്ന് ചോദിക്കാനോ, സംശയം ചോദിക്കാനോ ആരും ഉണ്ടാവില്ല. ദുഃഖിക്കാൻ ആളുണ്ടാവില്ല. ഒന്നും ബാക്കി നിൽക്കുന്നില്ല. കാരണം ഞാൻ എന്ന വ്യക്തിയുടെ അസ്തിത്വം ഉണ്ടല്ലോ, അതിൻ്റെ ഉറവിടമായ യഥാർത്ഥ ആത്മാവിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സറണ്ടർ സംഭവിച്ചു. ഭക്തിമാർഗത്തിലൂടെ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മൾ നമ്മുടെ അഹംഭാവത്തെ നമ്മൾ സറണ്ടറിലൂടെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വിനയാൻവിരുദ്ധമായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് സറണ്ടറിലൂടെ. പക്ഷേ ഞാൻ എന്ന ബോധം പൂർണ്ണമായി ഇല്ലാതാകുന്നില്ല. അത് ഇല്ലാതെയാകുന്ന സമയത്താണ് യഥാർത്ഥ സറണ്ടർ സംഭവിക്കുന്നത്. അതില്ലാതെയാകുമ്പോഴും ഞാൻ ദൈവത്തെ വേറെ കണ്ടുകൊണ്ട് ഞാൻ അതിലേക്ക് സറണ്ടർ ചെയ്യുമ്പോൾ ഞാൻ ആ ദൈവത്തിൻ്റെ ദാസനായി മാറുകയാണ് ചെയ്യുന്നത്. ഒരു പ്യൂരിറ്റി ഉണ്ട് അവിടെ, പ്രൊട്ടക്ഷൻ അവിടെയുണ്ട്. പക്ഷെ ഞാനെപ്പോഴും നിലനിൽക്കുന്നു. ഈ ഞാൻ എന്ന ചിന്തയുണ്ടല്ലോ, അതിനെ നമ്മൾ അവസാനം സമർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ എന്ന ഈ ചെറിയ ബോധം വലിയ ഞാൻ എന്ന പരമാത്മാവിലേക്ക് ലയിക്കുകയും ഞാനും ആ ഈശ്വര ചൈതന്യവും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതെയാവുകയും ചെയ്യും. ഇതാണ് ബേസിക്കലി സറണ്ടർ ആസ് പെർ നോൺ ഡുവലിസ്റ്റിക് ട്രഡീഷൻ. ഇതാണ് മോക്ഷത്തിലേക്ക് നയിക്കപ്പെടുന്നത്. ഇവിടെ ചിത്രമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഞാൻ എന്ന വേറിട്ട ബോധം, ചെറിയ ഞാൻ, ഈഗോ എന്ന് പറയുന്നു. ഈ ഈഗോനൊരു സോഴ്സ് ഉണ്ട് എന്ന് മഹർഷി ഇവിടെ പറയുകയാണ്. ആ സോഴ്സിനാണ് നമ്മൾ സെൽഫ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എസ്, സോഴ്സ്, ഉറവിടം. അവിടേക്ക് നമ്മൾ എങ്ങനെയാണ് തിരിയുക? അതിനാണ് രമണ മഹർഷി നമുക്ക് ഹൂ എം ഐ എന്ന പ്രാക്ടീസ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഞാൻ എന്ന ബോധം എന്നിലുണ്ട്. ഞാൻ ഈ ശരീരമാണ് എന്ന തോന്നലുണ്ട്. ഞാൻ ഈ മനസ്സാണ് എന്ന തോന്നലുണ്ട്. ആ തോന്നൽ വരുമ്പോൾ ആ ഞാൻ ആരാണെന്ന് അന്വേഷിക്കാനാണ് മഹർഷി പറയുന്നത്. ഹൂ എം ഐ, ഞാൻ ആര്? ഈ അന്വേഷണത്തിന് ആത്മവിചാരം എന്ന് പറയും. ആത്മാവ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ, സെൽഫാണ്. ആ ഞാൻ എന്ന ഫീലിങ്ങിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. ഇതിനാണ് സെൽഫ് എൻക്വയറി എന്ന് പറയുന്നത്. ആ ഈഗോയിൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ആ ഞാൻ എന്ന അസ്തിത്വ ബോധത്തിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ആ പോയിന്റിൽ നമ്മൾ വിചാരം ചെയ്യുമ്പോൾ, എൻക്വയറി നടത്തുമ്പോൾ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്ലോലി ആ ഈഗോനെ നമുക്ക് മറികടക്കാൻ സാധിക്കും. ആ ഈഗോൻ്റെ ഉറവിടമായ സുപ്രീം സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലുണ്ട്, സെൽഫുണ്ട്. അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും.
അതാണ് ഈ സെഷൻ്റെ ടൈറ്റിൽ കൊടുത്തത്, ദ വേ ബിയോണ്ട് ദി ഈഗോ, അഹങ്കാരത്തിനപ്പുറമുള്ള വഴി എന്ന് പറഞ്ഞില്ലേ, ദ പാത്ത് ഓഫ് സറണ്ടർ, സമർപ്പണത്തിൻ്റെ പാത. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറയുകയാണ്, അബാൻഡണിങ് ഓൾ ധർമാസ് സറണ്ടർ അൺ ടു മീ അലോൺ, എല്ലാവിധ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് പരമമായ എന്നെ തന്നെ ശരണം പ്രാപിച്ചാലും എന്നാണ് പറയുന്നത്. ഐ ഷൽ ലിബറേറ്റ് യു ഫ്രം ഓൾ സിൻസ്, ഗ്രീവ് നോട്ട്, നിന്നെ ദുഃഖത്തിൽ നിന്നും ഞാൻ മോചിപ്പിക്കാം. ദുഃഖത്തിൽ നിന്നുള്ള മോചനമാണല്ലോ മോക്ഷം. ഗ്രീവ് നോട്ട്, ദുഃഖിക്കാതെ എന്നാണ് പറയുന്നത്. അപ്പോൾ നിന്നെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും ഞാൻ മോചിപ്പിക്കാം, നീ വിഷമിക്കേണ്ട. ശരിക്കും ഇവിടെ കർമ്മസന്യാസമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അബാൻഡണിങ് ഓൾ ധർമാസ് എന്ന് പറഞ്ഞാൽ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? അതുവരെ കൃഷ്ണൻ പറഞ്ഞിരുന്നത് യുദ്ധം ചെയ്യാനാണ്, അതാണല്ലോ നിൻ്റെ ധർമ്മം, നിൻ്റെ ധർമ്മം യുദ്ധം ചെയ്യലാണെന്നൊക്കെ പറഞ്ഞ് ഇത് അവസാനത്തെ അധ്യായമാണ്, 18ാമത്തെ അധ്യായം എത്തിയപ്പോൾ നേരെ തിരിഞ്ഞു. എന്നിട്ട് കൃഷ്ണൻ പറയാണ് എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിക്കാൻ, എന്നിട്ട് എന്നിൽ ശരണം പ്രാപിക്കാനാണ് പറയുന്നത്. ഇവിടെ കൃഷ്ണൻ ഞാനെന്ന് പറയുന്നത് ശരിക്കും ആ വ്യക്തിബോധത്തിനെയല്ല, മറ്റൊരു സ്ഥാനത്ത് നിന്നാണിത് പറയുന്നത്. പുറമേയുള്ള എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിക്കാനാണോ പറയുന്നത്? അല്ല. പുറമേ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചല്ല ഇവിടെ ശരിക്കും കൃഷ്ണൻ പറയുന്നത്. കൃഷ്ണൻ പറയുന്നത് നിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സെൽഫുണ്ട്. ഇവിടെ ഞാനെന്ന് പറയുകയാണ് ചെയ്യുന്നത്. മീ എന്നുള്ള എം ക്യാപിറ്റലാണല്ലോ. അർജുനൻ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആ മീ എന്നുള്ളത് തൻ്റെ സെൽഫായി മാറുന്നു. ഇൻഡയറക്റ്റ്ലി കൃഷ്ണൻ പറയുന്നത് നിൻ്റെ ഉള്ളിലുള്ള ആ യഥാർത്ഥ ചൈതന്യം, അതിലേക്ക് നീ തിരിയണം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ അവിടെ കർത്താവില്ലാതെ വരുമ്പോൾ കർമ്മസന്യാസമായി, നിഷ്കാമ്യ കർമ്മ എന്ന് പറയും. അത് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പിന്നെ പാപമില്ല. അത് ചെയ്ത ശേഷം നിനക്ക് നിൻ്റെ കർമ്മം ചെയ്യാമെന്ന മീനിങ്ങാണ് വരുന്നത്. ഇതിനെക്കുറിച്ച് ആദിശങ്കരാചാര്യർ കൃത്യമായി പറയുന്നുണ്ട്. നോൺ ഡുവൽ നോളജ് എലോൺ ഇസ് സറണ്ടർ എന്ന്. അപ്പോൾ ഇതേ വേഴ്സിൻ്റെ കമൻട്രി ശങ്കരാചാര്യർ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ് അദ്വൈതജ്ഞാനം മാത്രമാണ് ശരണാഗതി. അപ്പോൾ യഥാർത്ഥ ശരണാഗതി ശരിക്കും അദ്വൈതജ്ഞാനമാണ്. ദ്വൈതജ്ഞാനം കൊണ്ട് നമുക്ക് സറണ്ടർ ചെയ്യാൻ സാധിക്കും, പക്ഷേ അവിടെ എപ്പോഴും ഞാൻ ബാക്കി നിൽക്കും. ആ ഞാൻ ഇല്ലാതെയാകണമെങ്കിൽ ആ ഞാൻ എൻ്റെ ഉറവിടത്തിലേക്ക് ലയിക്കണം. അത് നടക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിയണം. ട്രൂ സറണ്ടറാണ് ശരിക്കും സെൽഫ് നോളജാണ്. ഓക്കെ, ഇതാണ് പറയുന്നത്. ഖുറാനിൽ നോക്കൂ. വെൻ ഹിസ് ലോർഡ് സെഡ് ടു ഹിം സബ്മിറ്റ് അസ്ലിം, ഹി സെഡ് ഐ ഹാവ് സബ്മിറ്റഡ് അസ്ലാമത്തു ടു ദ ലോർഡ് ഓഫ് ദ വേൾഡ്സ്. ദൈവം അദ്ദേഹത്തോട് കീഴ്പ്പെടുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? ഞാൻ ലോകരക്ഷിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇത് ശരിക്കും എന്താണ്? പ്യുവർ സറണ്ടറാണ്. ഇറ്റ് ഈസ് സറണ്ടർ ഓർ സബ്മിഷൻ. ഇസ്ലാമിൽ മുഴുവൻ അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാ മതങ്ങളിലും സറണ്ടറിനെ കുറിച്ച് പല പല രീതികളിൽ പറയുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാണിക്കുന്നത്. ബൈബിളിൽ പറയുന്നു ബി സ്റ്റിൽ ആൻഡ് നോ ദറ്റ് ഐ ആം ഗോഡ്. നിശ്ചലനായിരിക്കുക, ഞാൻ ദൈവമാണ് എന്നറിയുക എന്നാണ് ക്രിസ്തു പറഞ്ഞത്. ഇത് തന്നെ രമണ മഹർഷി പറയുന്നുണ്ട്. ബി സ്റ്റിൽ ആൻഡ് നോ ദറ്റ് ഐ ആം ഗോഡ്. ഹിയർ സ്റ്റിൽനെസ് ഇസ് ടോട്ടൽ സറണ്ടർ വിത്തൗട്ട് എ വെസ്റ്റീജ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി. ആ ബൈബിളിൽ പറഞ്ഞ അതേ ഉദ്ധരണി എടുത്ത ശേഷം, വേഴ്സ് എടുത്ത ശേഷം മഹർഷി പറയുക ഹിയർ സ്റ്റിൽനെസ് ഇസ് ടോട്ടൽ സറണ്ടർ വിത്തൗട്ട് എ വെസ്റ്റീജ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി. ഇവിടെ നിശ്ചലത, സ്റ്റിൽനെസ് എന്നതെന്താ അർത്ഥം? വ്യക്തിത്വത്തിൻ്റെ ഒരു അവശിഷ്ടവുമില്ലാത്ത പൂർണ്ണമായ ശരണാഗതിയാണ് എന്നാണ്. അപ്പോൾ ആ സ്റ്റിൽനെസ് പോലും ഉള്ളിലുള്ള ദൈവത്തിൽ ലയിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. അതുതന്നെയാണ് അദ്വൈത ജ്ഞാനം. അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കി സറണ്ടർ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പുണ്ട്. ഒന്ന് ഡുവലിസ്റ്റിക് ആയ ദ്വൈതഭാവത്തിലുള്ള ശരണാഗതി, രണ്ടാമത്തേത് നോൺ ഡുവലിസ്റ്റിക് അദ്വൈതഭാവത്തിലുള്ള ശരണാഗതി. സറണ്ടർ ഈ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അതാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. ഡുവലിസ്റ്റിക് ശീലിച്ചവർ ഡുവലിസ്റ്റിക് ആയിട്ട് സാധാരണ ചെയ്യുക.
പക്ഷേ നമ്മൾ ഈ ഒരു ട്രാക്കിലൂടെ സ്ഥിരം കടന്നു പോകുമ്പോൾ എന്താണ് രമണ മഹർഷിയുടെ ടീച്ചിങ്സ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോൺ ഡുവലിസ്റ്റിക് ശരണാഗതി പറ്റുമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പറ്റില്ല എങ്കിൽ എന്ത് വേണം? ഡുവലിസ്റ്റിക് ആയിട്ടുള്ള ശരണാഗതി എങ്കിലും പ്രാക്ടീസ് ചെയ്യണം. അതും കൃത്യമായി മഹർഷി പറയുന്നുണ്ട്. ഐദർ സറണ്ടർ ബിക്കോസ് യു അഡ്മിറ്റ് യുവർ ഇന്നബിലിറ്റി ആൻഡ് റിക്വയർ എ ഹയർ പവർ ടു ഹെൽപ്പ് യു. നിങ്ങളുടെ കഴിവില്ലായ്മ സമ്മതിച്ച് നിങ്ങളെ സഹായിക്കാൻ ഒരു ഉയർന്ന ശക്തി വേണം എന്ന തോന്നലിൽ സറണ്ടർ ചെയ്യുക, കീഴടങ്ങുക. ഓർ ഇൻവെസ്റ്റിഗേറ്റ് ദ കോസ് ഓഫ് മിസറി ബൈ ഗോയിങ് ടു ദ സോഴ്സ് ആൻഡ് മെർജിങ് ഇൻ ടു ദ സെൽഫ്. അല്ലെങ്കിൽ എന്താ വേണ്ടത്? ഉറവിടത്തിലേക്ക് പോയി ആത്മാവിൽ ലയിച്ചുകൊണ്ട് ദുഃഖത്തിൻ്റെ കാരണം അന്വേഷിക്കുക. നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടല്ലോ? ഉണ്ട്. ആ ദുഃഖിക്കുന്ന ഞാൻ ആര് എന്ന് വിചാരം ചെയ്യാനാണ് മഹർഷി പറയുന്നത്. ഐദർ വേ യു വിൽ ബി ഫ്രീ ഫ്രം മിസറി. ഏത് വിധേനയും നിങ്ങൾ ദുഃഖത്തിൽ നിന്നും മുക്തരാകും എന്ന് പറയാം. മറ്റൊരു സ്ഥലത്ത് മഹർഷി പറയുന്നുണ്ട്, തുടക്കത്തിൽ കംപ്ലീറ്റ് സറണ്ടർ എല്ലാവർക്കും സാധിക്കില്ല. പക്ഷേ കുഴപ്പമില്ല, പാർഷ്യൽ സറണ്ടർ വെച്ച് തുടങ്ങിയാൽ മതി. പാർഷ്യൽ സറണ്ടർ എല്ലാവർക്കും പറ്റും. മുഴുവനായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. എങ്കിലും തുടങ്ങുമ്പോൾ ചെറിയ രീതിയിൽ ചെയ്തോളൂ. പറ്റാവുന്ന രീതിയിൽ സറണ്ടർ ചെയ്യാം. നിരന്തരമായ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് വിശ്വാസം കൂടുതലായിട്ട് വരും. അപ്പോൾ ആ പാർഷ്യൽ സറണ്ടർ എന്തായിട്ട് മാറും? കംപ്ലീറ്റ് സറണ്ടറായിട്ട് വരും എന്ന് ടോക്സ് വിത്ത് ശ്രീ രമണ മഹർഷിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ കേട്ട കാര്യങ്ങൾ നമുക്ക് ഒന്ന് ധ്യാനിക്കാം. കണ്ണുകൾ അടച്ചിരിക്കുകയാണ് വേണ്ടത്. സിറ്റ് വിത്ത് യുവർ ഐസ് ക്ലോസ്ഡ്. ശ്വാസം ശ്രദ്ധിക്കുക. തുടക്കത്തിൽ ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ശരീരം കൂടുതൽ വിശ്രമിക്കാൻ അനുവദിക്കുക. ഇനി നിങ്ങളുടെ ശ്രദ്ധ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. സ്നേഹത്തിൻ്റെ ഒരു പ്രകാശം സങ്കല്പിക്കാവുന്നതാണ് നിങ്ങളുടെ ഹൃദയത്തിൽ. നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദൈവിക രൂപത്തെ വേണമെങ്കിൽ മനസ്സിൽ കാണാം. അത് ഭഗവാൻ കൃഷ്ണനോ ശിവനോ ദേവിയോ യേശുവോ ആരുമാകാം. അല്ലെങ്കിൽ രൂപമില്ലാത്ത പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാകാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വഴികാട്ടിയായ ഗുരുവിനെയോ നിങ്ങൾ സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ രൂപത്തെയോ ഒക്കെ സങ്കല്പിക്കാം. ആ സ്നേഹവും കരുണയും നിറഞ്ഞ സാന്നിധ്യം ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളെയും കുറിച്ചോർക്കുക. നിങ്ങളുടെ വിഷമങ്ങൾ, ഉത്കണ്ഠകൾ, രോഗങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയം, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാം ഇനിയിപ്പോൾ ആ ഭാരങ്ങളെല്ലാം ഓരോന്നോരോന്നായി നിങ്ങളുടെ മനസ്സിലുള്ള ആ ദൈവിക സാന്നിധ്യത്തിൻ്റെ പാദങ്ങളിൽ
സമർപ്പിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് ഏത് വിഷമമാണോ ഇപ്പോൾ കടന്നു വരുന്നത്, ആ വിഷമത്തെ ഒരു പുഷ്പത്തെ എടുക്കുന്നത് പോലെ എടുത്ത് നിങ്ങളുടെ മനസ്സിലുള്ള ഈശ്വര സാന്നിധ്യത്തിൽ സമർപ്പിക്കുക. ഇനി എനിക്കിത് ചുമക്കാൻ കഴിയില്ല എന്ന് പറയണം. ഇതെല്ലാം അങ്ങയുടേതാണ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഭാരം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുക. നിങ്ങളുടെ പൂർത്തിയാകാത്ത ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിരാശകളും എല്ലാം ഓരോന്നോരോന്നായി സമർപ്പിക്കാം. നിങ്ങളുടെ വിജയങ്ങളും പരാജയങ്ങളും നിങ്ങളുടെ കഴിവുകളും കുറവുകളും ഒന്നും ബാക്കി വയ്ക്കാതെ പൂർണ്ണമായി സമർപ്പിക്കുക. ദൈവം നിങ്ങളുടെ സംരക്ഷകനും വഴികാട്ടിയുമാണ് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എനിക്ക് നല്ലത് മാത്രമേ വരുത്തൂ എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഭക്തിയോടെ, വിനയത്തോടെ, പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നത്. ഓരോ സമർപ്പണത്തിന് ശേഷവും നിങ്ങൾക്ക് ഭാരം കുറയുന്നതായി അനുഭവപ്പെടും. ഒരു വലിയ ചുമട് ഇറക്കി വെച്ചതുപോലെയുള്ള ആശ്വാസം. ദൈവിക ശക്തിയുടെ കൃപ, ഗ്രേസ്, അതിൻ്റെ അനുഗ്രഹം, ബ്ലെസ്സിങ്സ് ഒരു പ്രകാശമായി നിങ്ങളെ പൊതിയുന്നു. ഫീൽ ഇറ്റ് നൗ all over your body. ഇനി ഭയമില്ല, ഉത്കണ്ഠയില്ല, കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആ ശക്തി നിങ്ങളെ പരിപാലിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഇരുന്നാൽ മതി. എല്ലാം അതിൻ്റെ വഴിക്ക് നടക്കും. നിങ്ങൾ സുരക്ഷിതരാണ്. ആ സ്നേഹത്തിൽ, ആ കരുണയിൽ പൂർണ്ണമായി അഭയം പ്രാപിക്കുക. ഇതാണ് ദ്വൈതഭാവത്തിലുള്ള ശരണാഗതി. ഇനി അദ്വൈത സമർപ്പണത്തിലേക്ക് തിരിയുമ്പോൾ ഈ ശാന്തത ഇപ്പോൾ
ലഭിച്ച ആശ്വാസം എവിടെ നിന്നാണ് വരുന്നത് എന്നന്വേഷിക്കലാണ്. നമ്മൾ സമർപ്പിച്ച ആ ദൈവം അഥവാ ആ ശക്തി യഥാർത്ഥത്തിൽ പുറത്തുള്ള ഒന്നാണോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതോ അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു സാന്നിധ്യമാണോ? ആ ശാന്തി എവിടെയാണ് അനുഭവപ്പെടുന്നത്? ആ സംരക്ഷണം എവിടെയാണ് അനുഭവപ്പെടുന്നത്? ആ സ്നേഹവും ഭക്തിയുമെല്ലാം എവിടെയാണ്? എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയല്ലേ പ്രകാശിക്കുന്നത്? പുറത്ത് നിങ്ങൾ കണ്ട രൂപം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ സത്യത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ഈ തിരിച്ചറിവിൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ യാത്ര ചെയ്ത് നോക്കാം. തുറന്ന മനസ്സോടെ ജിജ്ഞാസയോടെ ശ്രീ രമണ മഹർഷി പകർന്നു തന്ന ആത്മവിചാരത്തിൻ്റെ വഴിയിലൂടെ പോയാൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മൾ സ്വയം ചോദിക്കണം, ഈ ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്? Who am I? എല്ലാം എന്നിലേക്കാണല്ലോ വരുന്നത്. വിഷമം അനുഭവിച്ചതും ഞാൻ, ആ വിഷമത്തിൽ നിന്നും മുക്തി നേടിയതും ഞാൻ തന്നെ. സന്തോഷിക്കുന്നതും ഞാൻ, ദുഃഖിക്കുന്നതും ഞാൻ തന്നെ. ആ ഞാൻ ആരാണ്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കരുത്. ആ ചോദ്യത്തിൻ്റെ സഹായത്തിലൂടെ ശ്രദ്ധയെ ഉള്ളിലേക്ക്, നിങ്ങളുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഞാൻ ഈ ശരീരമാണ് എന്ന തോന്നൽ ഉദിച്ചാൽ അതെങ്ങനെ ശരിയാകും എന്ന് വിചാരം ചെയ്യണം. ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു. ചെറുപ്പത്തിൽ ഉള്ള ഞാനും ഇപ്പോൾ ഉള്ള ഞാനും ശരീരമാണെങ്കിൽ അതിൽ മാറ്റം വരാൻ പാടില്ലല്ലോ. ശരീരത്തിന് സുഖമുണ്ട്, വേദനയും രോഗവുമുണ്ട്. വേദന അനുഭവപ്പെടുമ്പോൾ നമ്മൾ പറയും, എനിക്ക് വേദനിക്കുന്നു, എൻ്റെ ശരീരം വേദനിക്കുന്നു.
അവിടെ ഞാൻ വേറെയാണ്. ഉറങ്ങുന്ന സമയത്ത് ശരീരത്തെക്കുറിച്ച് ഒരു ഓർമ്മയുമില്ല. എങ്കിലും ഞാനുണ്ടായിരുന്നു, സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ശരീരമല്ല. പിന്നെ ഞാൻ ആരാണ്? വീണ്ടും ഉള്ളിലേക്ക് തിരിഞ്ഞ് അന്വേഷണം തുടരുക. അപ്പോൾ മറ്റൊരു ചിന്ത വരുന്നു. ഞാൻ ഈ മനസ്സാണ്, ഞാൻ ചിന്തകളാണ്. ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ ചിന്തകൾ വന്നും പോയും ഇരിക്കുന്നു. വികാരങ്ങൾ മാറി മാറി വരുന്നു. ഈ ചിന്തകളെയും വികാരങ്ങളെയും അറിയുന്ന ഒരാൾ അതിനപ്പുറമുണ്ട്. അപ്പോൾ ഞാൻ ഈ ചിന്തകളോ മനസ്സോ അല്ല. ഞാൻ ആരാണ്? Who am I? വീണ്ടും ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിച്ച് ഞാൻ എന്ന സ്ഫുരണയിൽ നിർത്തുക. ശരീരമോ മനസ്സോ വികാരങ്ങളോ ഓർമ്മകളോ അല്ല നിങ്ങളെങ്കിൽ പിന്നെ ആരാണ് നിങ്ങൾ? സ്വയം ചോദിക്കുക. ഹു am I? ഈ ഞാൻ ആരാണ് എന്ന് ചോദിക്കുന്ന ഞാൻ എവിടെ നിന്നാണ് ഉദിക്കുന്നത്? ആ ഞാൻ എന്ന ചിന്തയുടെ സോഴ്സിലേക്ക്, ഉറവിടത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക. എല്ലാ ചിന്തകൾക്കും എല്ലാ അനുഭവങ്ങൾക്കും സാക്ഷിയായി ഒന്നും ചെയ്യാതെ ഒന്നും ആകാതെ ശുദ്ധമായ ഒരു ബോധം മാത്രം അവശേഷിക്കുന്നു. ആ സാക്ഷി, അതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം. അവിടെ ഭയമില്ല. കാരണം രണ്ടാമതായി ഒന്നുമില്ല അവിടെ. അവിടെ ദുഃഖമില്ല. കാരണം അത് പൂർണ്ണമാണ്, നിത്യമാണ്, ശാന്തമാണ്. അശുദ്ധമായ ഞാൻ എന്ന അറിവിലേക്ക്, ആ സാന്നിധ്യത്തിലേക്ക് ലയിക്കുക. ഇതാണ് ശരണാഗതിയുടെ യാത്ര. പുറത്തുള്ള ഒരു ദൈവത്തിനുള്ള സമർപ്പണത്തിൽ നിന്ന് തുടങ്ങി അത് പൂർണ്ണമാകുന്നത് ആ ദൈവം
നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ്. സമർപ്പിക്കുന്ന ഞാൻ ഇല്ലാതാകുമ്പോൾ സമർപ്പണം പൂർണ്ണമാകുന്നു. അവിടെ ഭക്തനും ഭഗവാനും ഒന്നായിത്തീരുന്നു. ആ ശുദ്ധമായ ബോധത്തിൽ, പൂർണ്ണമായ അവസ്ഥയിൽ അല്പനേരം വിശ്രമിക്കുക. ഞാനും ആ പരമമായ ചൈതന്യവും രണ്ടല്ല, ഒന്ന് മാത്രമാണ് എന്ന ഉറപ്പിൽ. പതുക്കെ സമയമാകുമ്പോൾ കണ്ണുകൾ തുറക്കാം. താങ്ക് യു.